നമ്മുടെ ശാസ്ത്രം പുരോഗമിക്കുകയാണ്, വിദ്യാഭ്യാസ നിലവാരം ഉയരുകയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും വിശ്വാസങ്ങൾ യുക്തിപൂർവമാകുമെന്നൊരു സാമാന്യ ധാരണ നമുക്കിടയിലേക്ക് വരുന്നില്ല. ഈ സാമാന്യ ധാരണയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഇപ്പം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും പിറകിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമുക്കിടയിൽ സംഭവിച്ച ഈ ഒരു കൊലപാതകത്തിലാണെങ്കിലും ചെന്താമര എന്ന പ്രതിയുടെ മനസ്സിലേക്ക് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ആ ഒരു കണമുള്ളത് കൊണ്ടാണ് അയാൾ ഇത്രയധികം ക്രൂരമായ രീതിയിൽ കൊലപാതകത്തിന് പ്രേരിതമായിട്ടുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഇത്തരത്തിൽ ചിന്തകൾ എത്തുന്നതിന്റെ ഒരു കാരണം എന്തുകൊണ്ടായിരിക്കാം ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നത്, ഒരു വിസിബിളായിട്ട് വരുന്ന ഒരു ആക്ട്. പക്ഷേ അങ്ങനെ വരുന്ന പ്രവൃത്തികളുടെ എല്ലാം പിന്നിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് വികാരം, മറ്റൊന്ന് ചിന്ത. ഇമോഷൻസും തോട്ട്സും അതാണ് ഒരു ആക്ഷനിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നത്. അപ്പം ഈ ചിന്തകളിൽ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചിന്ത എന്ന് പറയുന്നത്. വികാരങ്ങളും അതുപോലെ തന്നെയാണ്. മനുഷ്യൻ്റെ തലച്ചോറിലാണ് മനസ്സിൻ്റെ പ്രഭവ കേന്ദ്രം. തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങളും ചില ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുമ്പോഴാണ് ചിന്തകളുണ്ടാകുന്നതും വികാരങ്ങളുണ്ടാകുന്നതും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചിന്തകൾ എപ്പോഴും യുക്തിപൂർവ്വം ആകണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും അത് യുക്തിരഹിതമാണ്. പലപ്പോഴും അത് ഇമോഷൻസ്, വികാരങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന ചിന്തകളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ചിന്തകൾ സാധാരണ ആരോഗ്യകരമായ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അക്കാദമിക് ഡെഫിനിഷൻ പറഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ് ആണ്. ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നൊന്നിനോട് ബന്ധിതമായ, പരസ്പര ബന്ധിതമായ യുക്തിപൂർവമായ ചിന്തകൾ ഒരു പ്രശ്നത്തിൻ്റെ നിർദ്ധാരണത്തിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരുമ്പം നമ്മളതിനെ നോർമൽ തിങ്കിങ് എന്ന് പറയും. പക്ഷേ പലപ്പോഴും മനുഷ്യൻ്റെ ചിന്തകൾക്കകത്ത് ഒരു രോഗാതുരത കടന്നു വരാം, മോർബിഡിറ്റി. അത് പല ലെവലിലുണ്ട്. അത് ഏറ്റവും ഒരു കഠിനമായ രോഗത്തിൻ്റെ അവസ്ഥ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഡെലൂഷൻസ് എന്നൊക്കെ പറയുന്നത്. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, യുക്തിക്ക് നിരക്കാത്ത ചില ചിന്തകൾ തെളിവുകളുടെയൊക്കെ അഭാവത്തിലാണെങ്കിൽ പോലും ഒരു വ്യക്തി ശക്തമായിട്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡെലൂഷൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമുള്ള ഒരു ഡെലൂഷൻ ഉദാഹരണം പറഞ്ഞാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ വരുന്ന സംശയങ്ങളാണ്. ഒരടിസ്ഥാനവും ഇല്ലാതെ ജീവിത പങ്കാളിയെ സംശയിക്കുക. നമ്മൾ നാടൻ രീതിയിലൊക്കെ പറയും, ഒരു അല്പം തീയില്ലാതെ പുകയുണ്ടാകുമോ? പക്ഷേ സംശയം, ഇങ്ങനെയുള്ള ഡെലൂഷണൽ സംശയങ്ങൾ വരുമ്പോൾ തീയില്ലാതെ തന്നെ പുകയുണ്ടാകുന്ന ഒരവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരടിസ്ഥാനവും ഇല്ലാതെ ജീവിത പങ്കാളിയെ സംശയിക്കുക, ആ സംശയത്തിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ മാത്രം ചില തെളിവുകളൊക്കെ, ദുർബലമായ ചില തെളിവുകളൊക്കെ ശേഖരിച്ച് അതിൻ്റെ ആ സംശയത്തെ ഉറപ്പിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുക എന്നുള്ളത്. ഇപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെന്ന് പറയുമ്പം അത്രത്തോളം നമുക്ക് രോഗാതുരത അതിനകത്ത് പറയാനില്ലെങ്കിൽ പോലും സാധാരണ ചിന്തയുടെ, ഈ ഡെലൂഷണൽ ചിന്തയുടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നോർമൽ ചിന്തയിൽ എപ്പോഴും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവ്വം ചിന്തിക്കുക എന്നുള്ള ഒരു ആരോഗ്യകരമായ ചിന്തയുടെയും ഡെലൂഷണൽ ചിന്തയുടെ ഇടയ്ക്കാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ നിൽക്കുന്നത്. ആ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ പലപ്പോഴും സാമൂഹികമായിട്ടുള്ള ചില വിശദീകരണങ്ങളുണ്ടാവാം. അതായത് ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ചുറ്റുപാടും നോക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസങ്ങൾ, മഴവില്ലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയോടെ നമുക്ക് വ്യക്തമായി. പക്ഷെ അതിനു മുമ്പേ ഈ മഴവില്ലെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് വിശദീകരണമില്ലാഞ്ഞപ്പോൾ അതിന് ചില ഐതിഹ്യങ്ങളും ചില കെട്ടുകഥകളും ഒക്കെ ഒരു വിശദീകരണം വന്നപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ തൃപ്തിപ്പെട്ടു. അതുപോലെ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും, അല്ലെ സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന ചില ദുരനുഭവങ്ങൾക്കൊക്കെ ഒരു വിശദീകരണം ഇല്ലാത്തപ്പോൾ മനുഷ്യ മനസ്സിന് ഒരു പ്രവണതയുണ്ട് അതിനെ യുക്തിരഹിതമായിട്ടാണെങ്കിൽ പോലും ചില വിശദീകരണങ്ങളിൽ അഭയം പ്രാപിക്കുക. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. ആ അഭിവൃദ്ധി ഉണ്ടാകാത്തതിൻ്റെ കാരണം യുക്തിസഹമായിട്ട് വിലയിരുത്താൻ പകരം ആ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വാസ്തുവിൻ്റെ ദോഷം കൊണ്ടാണ്. അല്ലെ അയൽവാസികളെന്തോ എൻ്റെ ഉയർച്ചയിൽ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെന്തോ ചില പ്രയോഗങ്ങൾ
ഗൂഢതന്ത്രങ്ങൾ, ആ ഗൂഢതന്ത്രം എന്ന് തന്നെയാണല്ലോ കൂടോത്രം എന്ന് പറയുന്ന ഒരു വാക്കായിട്ട് തന്നെ മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുക, അതിൽ ഉറച്ചു വിശ്വസിക്കുക, അതിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള ചില ക്രിയകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മാനസിക വ്യാപാരമാണ് പലപ്പോഴും ആൾക്കാരെ യുക്തിചിന്തയിൽ നിന്ന് മാറ്റി അന്ധവിശ്വാസത്തിലേക്ക് എത്തുന്നത്. അതിന് ചുറ്റുപാടുകളുടെ അയാളുടെ ആ വ്യക്തി ജീവിക്കുന്ന കാലഘട്ടം, അല്ലെ ആ പരിസരങ്ങൾ, അല്ലെ അതിനെ ആ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള ഒരു കൾച്ചർ, പൊതുവിശ്വാസങ്ങൾ, കുടുംബവിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങളൊക്കെ ഇതിനെ രൂപപ്പെടുത്തി ശക്തമായ ഒരു വിശ്വാസമായിട്ട് മാറുകയും അത് ആ വ്യക്തിയുടെ ജീവിതത്തെയും ആ വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിൻ്റെയും ഒക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ചിന്തകളായിട്ട് മാറുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു മാനസിക വ്യാപാരങ്ങൾ.